ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, ഇന്ന് സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം നടക്കാനിരിക്കുകയാണ്. അതിനിടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേഗത്തിലാക്കുകയുമാണ്. ഇപ്പോൾ തന്നെ വിവരശേഖരണ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് ഈ സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, നാളെയാണ് സർവകക്ഷി യോഗം. നാളെയാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന സർവകക്ഷി യോഗം. എന്തായാലും ഈ സർവകക്ഷി യോഗത്തിൽ ഒരുപക്ഷെ NDA പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കോൺഗ്രസ്, UDF ഒപ്പം LDF പ്രതിനിധികൾ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായി ഈ രണ്ട് മുന്നണികളും, പ്രത്യേകിച്ച് LDF UDF മുന്നണികളെല്ലാം കൃത്യമായി SIR ഇപ്പോൾ നടപ്പാക്കുന്നതിനെതിരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ നിയമ നടപടിയടക്കം ആലോചിക്കുക എന്നുള്ളതാണ് ഈ സർവകക്ഷി യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്തായാലും ഈ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ നേരത്തെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് വീടുകൾ തോറും കയറിയിറങ്ങി, ബൂത്ത് ലെവൽ ഓഫീസർമാർ കയറിയിറങ്ങി വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നിർണായകം. അത് 1 മാസമാണ് ഇതിന് കാലാവധി. അത് ഒക്ടോബർ 27 വരെ ഈ വിവരശേഖരണം മുന്നോട്ട് പോകും. വിവരശേഖരണം കിട്ടുന്ന മുറയ്ക്ക് അതിനുശേഷം ആ നടപടികൾ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞ് ഡിസംബർ 4 വരെയാണ് ഇത് പോകുന്നതെങ്കിലും വീടുകൾ കയറിയിറങ്ങിയുള്ള വിവരശേഖരണം ഒക്ടോബർ 27 വരെയായിരിക്കും. അതിനുശേഷം കുറച്ച് ദിവസം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഡേറ്റകൾ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട തിരുത്തലുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നൽകാനും സമയം നൽകിയിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് മണക്കാട് വില്ലേജ് ഓഫീസിലാണ്. മണക്കാട് വില്ലേജ് ഓഫീസിൽ ഈ ഫോമുകൾ എത്തിച്ചിട്ടില്ല. ഫോമുകൾ എത്തിക്കാൻ വേണ്ടി BLOമാരെല്ലാം അവിടെ തയ്യാറായി ഇരിപ്പുണ്ട്. ഈ BLOമാരാണ് ഇനി ഉള്ള 1 മാസക്കാലം ഓരോ വീടുകളും കയറി ഇതുമായി ബന്ധപ്പെട്ട വിവരം ശേഖരിച്ച് കൃത്യമായി വിവരങ്ങൾ ക്രോഡീകരിച്ച് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടത്. എന്തായാലും അവരുടെ ഒരു അനുഭവങ്ങൾ, ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. നമസ്കാരം ചേച്ചി, ട്രെയിനിങ് എല്ലാം കഴിഞ്ഞോ? ട്രെയിനിങ് കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഫോം കയ്യിലില്ലല്ലോ അല്ലേ? ഇല്ല. എങ്ങനെയാണ് നമ്മൾ ഫോം നമ്മൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പല ആശങ്കകൾ വീട്ടുകാർക്കും എല്ലാം ഉണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നത്? ഞങ്ങളെ BLOമാരെന്ന രീതിയിൽ ഞങ്ങളെല്ലാവർക്കും, ഏരിയയിലുള്ള എല്ലാവർക്കും ഞങ്ങൾ അറിയാവുന്നതാണ്. അതുകൊണ്ട് അവർ പറഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞാൽ എന്തായാലും വിശ്വസിക്കുന്നുള്ള ഉറപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫോം കൊടുത്ത് ഞങ്ങളത് സൈൻ ചെയ്ത് വാങ്ങിക്കും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരുപക്ഷെ ആളുകൾ വീട്ടിലില്ലാത്ത ആളുകളുണ്ടാവും, ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാവും, വിദേശത്തുള്ള ആളുകളുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ്? അത് ഒഴിവാക്കാൻ പാടില്ല. വോട്ട് എന്തായാലും ഒഴിവാക്കാൻ പാടില്ല. അവരിൽ നിന്ന് ഞങ്ങൾ മുമ്പ് 2022 വോട്ട് നോക്കി അവരിന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയോ? പൂർത്തിയാക്കിയായിരുന്നു. ഫുള്ള് നടത്തവും ഓട്ടമൊക്കെ ആയിരിക്കും. വീടുകൾ ഒരുപാട് ഒഴിവ് വരും. അതിലേക്കും കൂടെ പിന്നെയും വീണ്ടും പോവേണ്ടി വരും. 4-5 പ്രാവശ്യം പോയാലേ കറക്റ്റായി കിട്ടുള്ളൂ. എങ്ങനെയാ തയ്യാറെടുപ്പുകളൊക്കെ? നടത്തി കഴിഞ്ഞു. ഇത് ഈ പറഞ്ഞതുപോലെ 2-3 പ്രാവശ്യം പോകേണ്ടി വരും ഒരു വീട്ടിൽ ഫോം കൊടുക്കാനും പിന്നെ അത് ഫില്ലപ്പ് ചെയ്ത് തിരിച്ച് വാങ്ങിക്കാനും. 1200 പേർക്ക് ഒരു BLO ആ ലെവലല്ലേ? അല്ല, പല ബൂത്തിലും പല രീതിയിലാണ് വോട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ 2002 ലിസ്റ്റാണ് ആദ്യം നമുക്ക് തന്ന്, അത് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമതാണ് വീണ്ടും ഫോംസ് തന്നിട്ട് അവരെ വീട്ടിൽ പോകാൻ പറയണതും ബാക്കിയുള്ളതും എല്ലാം. അപ്പോൾ എന്തായാലും ഈ BLOs ആദ്യം മുതൽ നമ്മളെല്ലാ വീടുമായിട്ട് നല്ല ബന്ധം ഉള്ളത് കൊണ്ട് അവർക്ക് നമ്മളെ അറിയാം, നമുക്ക് അവരെ അറിയാം. അപ്പം നമ്മളെന്തായാലും ആ രീതിയിലേ വർക്ക് ചെയ്യുള്ളൂ. 1 മാസം മറ്റ് ജോലികളൊന്നും ഇല്ല അല്ലേ? മറ്റ് ജോലികളെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അംഗൻവാടി വർക്കേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതും കൂടെ ഉൾപ്പെടുത്തിയേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിറക്കിയത് മറ്റ് ഡ്യൂട്ടികളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം അംഗനവാടി ജീവനക്കാരാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായി കുട്ടികളുടെ കാര്യം നോക്കണം അല്ലേ? കുട്ടികളുടെ കാര്യം നോക്കിയിട്ട് അങ്ങനെ തുടരെയായിട്ട് നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ആഴ്ചയിൽ 1-2 ദിവസങ്ങളൊക്കെ, പിന്നെ അല്ലാത്ത ദിവസം സൺഡേ, ശനിയാഴ്ച അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ കൊടുത്തതൊക്കെ ചെയ്യാനേ പറ്റും. ജോലി ചെയ്താലും ഞങ്ങൾ തീർത്ത് കറക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. BLOമാരാണ്, തുടക്കത്തിലുള്ള BLOമാരാണ്. അപ്പം ഞങ്ങൾ അതിൽ എല്ലാവരും വൈപുണ്യക്കാരാണ്. അതുകൊണ്ട് എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ചെയ്ത് തീർക്കും. എന്തായാലും ദിലീപ് കുമാർ, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് BLOമാർക്ക് ഈ 1 മാസം മറ്റ് ജോലികളൊന്നും നൽകരുത് എന്നുള്ള നിർദ്ദേശമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മറ്റൊരു പ്രായോഗിക പ്രശ്നം, അംഗനവാടി വർക്കേഴ്സാണ് ഏറ്റവും കൂടുതൽ BLOമാരായിട്ടുള്ളത്. ആ BLOമാർക്ക് പൂർണ്ണ തോതിൽ കുട്ടികളുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ലീവ് എടുത്ത് പോകാനും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം ഈ സ്ഥലങ്ങളും എല്ലാം അറിയാം, എല്ലാവരെയും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ഈ 2 കാര്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.